ഹലോ നമസ്കാരം. മഴതോരും മുമ്പേടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക കേട്ടോ. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ രോഹിത്തിനെയും ഹരിയെയും മറ്റ് 2 പേരെയും കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കോടതി അവർക്ക് ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ജാമ്യം ലഭിക്കാനായിട്ട് ശിവൻ ഏർപ്പാടാക്കിയ വക്കീലും അതുപോലെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് ഗോവർദ്ധനൻ ഏർപ്പാടാക്കിയ വക്കീലുമൊക്കെ വാദിക്കുന്നുണ്ട്. അതുപോലെ ഹരിയുടെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് അവരുടെ പാരൻസ് വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വക്കീലിനെ വെച്ച് വാദിച്ച് നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ കോടതി അവർക്ക് ജാമ്യം നിഷേധിക്കുകയാണ്. പോലീസ് പറയുന്നുണ്ട് പ്രതികൾക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ അതായത് ഇരയെ വശീകരിക്കാൻ, അതായത് ഇരയെ സ്വാധീനിച്ച് മൊഴി മാറ്റി പറയിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് മാത്രമല്ല തെളിവൊക്കെ നശിപ്പിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് ജാമ്യം നൽകരുത് എന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അപേക്ഷ വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 പ്രതികളെയും ജാമ്യം നൽകാതെ 30 ദിവസത്തേക്ക് റിമാൻഡിലേക്ക് സബ് ജയിലിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കോടതി പരിസരത്ത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതായത് പ്രതികളെ കോടതിയിലേക്ക് ഹാജരാക്കുന്ന സമയത്ത് നാട്ടുകാരൊക്കെ കൂടി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് ഒന്നും ഇടപെടാൻ പോലും അടുത്തേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് നമ്മുടെ ശിവനും രാജീവും. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രതികളുടെ നേരേക്ക് കയ്യേറ്റ ശ്രമമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന സമയത്ത്, ഇടിവണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് ഭയങ്കര കയ്യേറ്റ ശ്രമമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അവിടെ കൂടി ആളുകളും അതുപോലെ കോടതി പരിസരത്ത് ആയിരക്കണക്കിന് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ പോവാണ് എന്ന് കേട്ടറിഞ്ഞ് വന്നവരാണ്. പിന്നെ അതുപോലെ ശരണ്യയുടെ ആ കോളനി ഭാഗത്ത് നിന്നും അവിടെയുള്ള ആൾക്കാരും ഒക്കെ കൂടിയിട്ടുണ്ട് പ്രതികളെ കയ്യേറ്റം ചെയ്യാനായിട്ട്. അവർ കാത്തിരിക്കുകയാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ അവർ കൊല്ലാൻ വരെ തയ്യാറായിട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു. ശരണ്യയുടെ ആ നാട്ടിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു, പ്രതികളെ കാണാനായിട്ട് വന്നവർ. അങ്ങനെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് പോലീസിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട്. അവരെ കോടതിക്കുള്ളിലേക്ക് കയറ്റാനായിട്ട് ജനക്കൂട്ടം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ജനങ്ങൾ പറയുന്നുണ്ട് അവരിങ്ങോട്ടേക്ക് വിട്ടുതാ സാറേ, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, ഇവനെയൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടി എന്തിനാണ് ജയിലിലേക്ക് അയക്കുന്നത്, അവനെ ഞങ്ങൾക്ക് വിട്ടുതാ എന്നൊക്കെ പറഞ്ഞ് ജനം ആകെ രോഷാകുലരായിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ രോഹിത് ആകെ തകർന്നു പോകട്ടെ. രോഹിത്തിനാകെ വിഷമവും പേടിയും സങ്കടവും ഒക്കെ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഹരിക്കും കൂട്ടുകാർക്കും ഹരിക്ക് തീരെ ഒരു പ്രശ്നമില്ലാത്ത പോലെ. ഹരിക്ക് ഇതൊന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പേടിയുണ്ടെങ്കിലും പുറമേക്കൊന്നും അങ്ങനെ കാണിക്കുന്നില്ല. ഇതൊന്നും അത്ര നിസാരം എന്നുള്ളതിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും എന്നുള്ളൊരു ഭാവമാണ്. ഹരിയുടെ കൂട്ടുകാർക്ക് പിന്നെയും പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ഹരിക്ക് അത്രക്ക് അതുമില്ല. ഭയങ്കര ഒരു പുച്ഛഭാവത്തോടെയൊക്കെയാണ് ഹരി നിൽക്കുന്നത്. കോടതിക്കുള്ളിൽ വെച്ചിട്ട് വക്കീലന്മാർ ഭയങ്കരമായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇവരെ കുഴപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും 4 പ്രതികൾക്കും ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വാർത്ത മീഡിയകളിലൂടെ ഇങ്ങനെ പെട്ടെന്ന് മൊബൈലിലും ഒക്കെ ന്യൂസൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രന് പത്രവും ന്യൂസും ഒന്നും ഇല്ലാത്തത് കാരണം, മൊബൈലൊന്നും ഇല്ലാത്തത് കാരണം ഒന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ കോടതിക്ക് പിരിഞ്ഞതിന് ശേഷം ഗോവർദ്ധനൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പം പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയണം. 4 പേരെയും ജയിലിലേക്ക് അയച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പം അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ, നമ്മളിത് പ്രതീക്ഷിച്ചത് തന്നെയല്ലേ എന്ന് ഗോവർദ്ധനൻ പറയണം. എനിക്കറിയായിരുന്നു അവന്മാർ അവിടെ കിടക്കട്ടെ, അവിടെ കിടന്ന് പഠിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നാലും ഓർക്കുമ്പോൾ നെഞ്ചിനകത്തൊരു വിങ്ങലാണ് എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗോവർദ്ധനൻ വളരെ ദേഷ്യമുണ്ട് കേട്ടോ. കാരണം മക്കളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടേക്കായിരുന്നു. അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെയുള്ള ഈഗോ പ്രശ്നമൊക്കെ കാരണം മക്കൾ തോന്നിയത് പോലെയായിരുന്നല്ലോ. അങ്ങനെ ഒന്നുമല്ല മക്കളെ വളർത്തേണ്ടിയിരുന്നത് എന്നുള്ളതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ അലീനെ പറഞ്ഞിട്ടുണ്ടല്ലോ ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അങ്കളെ എന്ന് പറഞ്ഞത് കാരണമാണ് ഗോവർദ്ധനൻ ഒന്നും പറയാത്തത്. അങ്ങനെ എന്താണെങ്കിലും അവരെ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം ശിവനും രാജീവനും തിരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. കമൽ അവരെ കാത്തിരിക്കുന്നുണ്ട്. മനു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മനു അങ്ങോട്ടേക്ക് പോയിട്ടൊന്നുമില്ല കേട്ടോ.
കോടതിയിലേക്കൊന്നും പോയിട്ടില്ല. ആ സമയത്ത് കമല ചോദിക്കുന്നുണ്ട്, എന്തായി ശിവേട്ട, ജാമ്യം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പം, നീ ഒന്ന് പോയേ, ജാമ്യം നീ വളർത്തി വഷളാക്കി വെച്ചേക്കല്ലേ അവനെ എന്ന് പറഞ്ഞിട്ട് കമല ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? അവനൊരു തെറ്റും ചെയ്തിട്ടില്ല ശിവേട്ട, ഹരി അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവനെ കൊണ്ടുപോയി അതിൽ പെടുത്തിയതാണ്, രോഹിത് വിളിച്ചു കൊണ്ടുപോയതാണ് അവനെ എന്നൊക്കെ പറയുമ്പോൾ, ദേ നീ ഈ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, പത്രം വായിക്കുന്നില്ല, ലോകം കാണുന്നില്ല എന്ന് വെച്ചിട്ട് ഞങ്ങളൊന്നും അങ്ങനെയല്ല. ഞങ്ങൾ ഈ ലോകം കുറേ കാണുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. നിൻ്റെ മകനാണ് ഇതിനൊക്കെ പുറകിൽ സൂത്രശാലിയിട്ട്, ഇതിൻ്റെയൊക്കെ പുറകിൽ എല്ലാ പ്ലാനിങ്ങും നിൻ്റെ മകൻ്റേതാണ്. നീയാണ് അവനെ ഈ ഒരു രീതിയിൽ വളർത്തി വഷളാക്കി വെച്ചത് എന്ന് പറഞ്ഞിട്ട് ശിവേട്ടൻ കമലയെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അമ്മയോട് എത്ര പറഞ്ഞാലും പഠിക്കത്തില്ല അമ്മ, ഏത് സമയം എന്നെ കുറ്റപ്പെടുത്തലായിരുന്നു, ഹരിയെ കണ്ടുപഠിക്കുക എന്നും പറഞ്ഞിട്ട്. ഈ ഹരിയെയാണോ ഞാൻ കണ്ടുപഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ കമലിക്ക് ഒന്നും മിണ്ടാട്ടമല്ല. പിന്നെ പറയുന്നുണ്ട്, നീ മിണ്ടരുത്, നീ അവളുടെ സൈഡ് നിൽക്കുന്ന ആളല്ലേ, അവളൊന്ന് രക്ഷിക്കാൻ നിനക്ക് ഓടാൻ സമയമുണ്ടായി. സ്വന്തം ചോര ഇങ്ങനെ കിടക്കുമ്പോൾ നിനക്ക് ഒന്ന് രക്ഷിക്കണമെന്നോ ഒന്ന് പോയി കാണണമെന്നോ നിനക്ക് തോന്നിയോടാ നിനക്ക് ചോദിക്കണം. വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നു. അപ്പം മനു പറയുന്നുണ്ട്, ഞാൻ എന്തിനു പോയി കാണണം, പൂമാലിട്ട് സ്വീകരിക്കണം അവനെ, അമ്മ അതിൽ പ്രവൃത്തിയല്ലേ അവൻ ചെയ്തേക്കുന്നത്, എന്നിട്ട് കാണാൻ പോവാത്തതിന് പരാതി പറയുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനു ഒച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് രാജീവ് പറയുന്നുണ്ട്, മനു നീ മിണ്ടാതിരിക്കുക, എന്താണെങ്കിലും ഏട്ടത്തി ഈ കാര്യം ഇവിടെയൊന്നും നിൽക്കത്തില്ല, നമ്മൾ ശ്രമിക്കുന്നു എന്ന് മാത്രം, ഇനി 30 ദിവസത്തേക്ക് അവരെ കാണാൻ പോലും കിട്ടത്തില്ല, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. ഏട്ടത്തി ഒരു കണക്കിന് ഏട്ടത്തി തന്നെയാണ് ഹരിയെ ഇത്രയും വഷളാക്കി വെച്ചിട്ടുള്ളത്. അവൻ എവിടെ പോകുന്നു, ആരെ കാണുന്നു, കൂട്ടുകെട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഏട്ടത്തി അന്വേഷിച്ചില്ല. മനു ആണെങ്കിൽ ബാംഗ്ലൂർ, ശിവേട്ടനാണെങ്കിൽ ഗൾഫിൽ, ഇവിടെ ഏട്ടത്തിയല്ലേ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത്. ഏട്ടത്തി അതൊന്നും ശ്രദ്ധിക്കാതെ ഹരിയെ കയറൂരി വിട്ടേക്കായിരുന്നില്ലേ, അതൊക്കെ കോളേജിൽ പോകുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്നൊന്നും ഏട്ടത്തി അന്വേഷിച്ചില്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വന്നത്. മക്കളെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിലേ അവരുടെ വഴിക്ക് അങ്ങോട്ട് പോകും എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ കുറ്റം ഇപ്പോൾ മുഴുവൻ എൻ്റെ തലയിലായോ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ, നീ എല്ലാം ചെയ്തു എന്നെല്ലാം പറയുന്നത്, നിനക്ക് അതിൽ നല്ല പങ്കുണ്ട്, ഹരി ഇങ്ങനെ മോശമായി പോവാനുള്ളതിൻ്റെ മുഖ്യ പങ്ക് നിനക്ക് തന്നെയാണ്. നിങ്ങളൊക്കെ പിന്നെ വലിയ ആൾക്കാർ, നിങ്ങൾക്കൊന്നും യാതൊരു ഉത്തരവാദിത്തമില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതല്ലേ പറഞ്ഞത്, ഞാൻ നാട്ടിലുള്ള ആളാണോ, ഗൾഫിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ച് കൂട്ടില്ലേ ഞാൻ ചെയ്യുന്നത്. മനു ആണെങ്കിൽ ബാംഗ്ലൂരായിരുന്നു, മനു ആണെങ്കിൽ ഇപ്പോഴാണ് ഇവിടെ എറണാകുളത്തേക്ക് വന്നത്. മനു എറണാകുളത്തേക്ക് വന്നതൊന്നും പറയണ്ട, മനു അലീനയെ കാണാൻ വേണ്ടിയിട്ടാണ് എറണാകുളത്തേക്ക് വന്നത്, എപ്പോഴെപ്പോഴും ഇവിടെ വന്ന് പോകണമല്ലോ അവന്, അതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും നാളും ബാംഗ്ലൂർ വിട്ട് പോരത്തില്ലായിരുന്നു അവൻ, ഇപ്പോൾ അലീന വന്നേ പിന്നെ അവന് ഇവിടേക്ക് വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ, അതെന്തോ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഹരിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താനുള്ളത് ഇവിടെ ആരാണ്? നീ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നീ നിൻ്റെ രീതിയിലൊന്നും ഉണ്ടാക്കില്ല, അവനെ അങ്ങോട്ട് കയറൂരി വിട്ടു, അവൻ്റെ ഇഷ്ടങ്ങൾക്ക് അങ്ങോട്ട് വിട്ടു. അങ്ങനെയല്ല മക്കളെ വളർത്തേണ്ടത്, ഇഷ്ടങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തിട്ടും സമ്മതിച്ചു കൊടുത്തിട്ടും അല്ല വളർത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി എന്ന് പറയുമ്പോൾ, ഞങ്ങളെ കൊണ്ടൊന്നല്ല, ആരെ കൊണ്ടും ഒന്നും നടക്കത്തില്ല, അത്രയും വലിയൊരു തെറ്റാണ് അവൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി 30 ദിവസത്തേക്ക് നോക്കണ്ട, ഇനി അതിനുശേഷം കോടതി കൂടുന്ന ഒരു ദിവസം വരും, ആ സമയമാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. എന്താണെങ്കിലും മക്കളായിപ്പോയില്ലേ, അങ്ങനെയാണ്ട് വിടാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ പെൺകുട്ടി മൊഴി മാറ്റി പറയുകയാണെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് രാജീവൻ ആ സമയത്ത് പറയുമ്പോൾ കമൽ പറയുന്നുണ്ട്, എന്നാൽ ആ പെണ്ണിനെ ഒന്ന് പോയി കണ്ട് ആ പെണ്ണിനെ വല്ല 10 or 100 കൊടുത്തിട്ട് ആണെങ്കിലും വേണ്ടില്ല, അവളെ കൊണ്ടൊന്ന് മൊഴി മാറ്റി പറയിപ്പിക്കാം എന്ന് പറയുമ്പോൾ മനു ദേഷ്യപ്പെടണം. അമ്മ ഇത് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്, 10 or 100 കൊടുത്ത് മൊഴി മാറ്റി പറയിപ്പിക്കാമെന്നോ, ഒരു പെണ്ണിൻ്റെ മാനത്തിന് അമ്മ വിലയിടുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മയും ഒരു പെണ്ണല്ലേ, അമ്മയ്ക്കും അതേ പ്രായത്തിലൊരു മോളില്ലേ ഈ വീട്ടിൽ, ആ മോൾക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിൽ ഈ ഒരു വില തന്നെയാണോ അമ്മയുടെ മോൾക്ക് ഇടുക എന്നൊക്കെ ചോദിച്ച് മനു വളരെയധികം ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മനു അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ശിവനും രാജീവനും അവിടെ നിന്ന് പോവുകയാണ്. ഈ കമലയുടെ സംസാരമൊക്കെ കേട്ടിട്ട് വളരെ മോശമായിട്ട്. അങ്ങനെ പ്രതികളെ എന്താണെങ്കിലും കോടതിയിൽ നിന്ന് നേരെ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ജയിലിൽ നല്ല സ്വീകരണമാണ് ഹരിക്കും രോഹിത്തിനൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി, ജയിലിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റോറി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കൃഷ്ണമോളെ കുറിച്ചാണ്. കൃഷ്ണമോളാണെങ്കിൽ ഇപ്പോൾ എക്സാം ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ദിവസമൊക്കെ വീട്ടിൽ അടച്ചു പൂട്ടിയിരുന്നു, പക്ഷേ ഇപ്പോൾ എക്സാമാണ്, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വിളിച്ചു, എക്സാം വന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ പഠിത്തമൊക്കെ കുറച്ചിങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയായിരുന്നില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആകെ ടെൻഷനിലാണ്. അലീന പറയുന്നുണ്ട് മോളെ എങ്ങനെയെങ്കിലും എക്സാം എഴുതാൻ പോകണം എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല ചേച്ചി, ഞാൻ പോവില്ല, എനിക്ക് പേടിയാണ്, പുറത്തോട്ട് ഇറങ്ങാൻ ആളുകളൊക്കെ എന്ത് പറയും എന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ വരാം മോളുടെ കൂടെ സ്കൂളിലേക്ക്, ഞാൻ വരാം, മോളെ ഞാൻ കൊണ്ടാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട് അലീന. വേണ്ട ചേച്ചി എനിക്ക് പേടിയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എക്സാം എന്താണെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യണം, എക്സാം എഴുതണം എന്ന് അലീന നിർബന്ധിക്കുന്നുണ്ട്. മോള് ഒന്നും ആലോചിക്കേണ്ട, ഇതുവരെ വീട്ടിൽ എങ്ങനെയാണോ മോള് നടന്നത് അതുപോലെ തന്നെ നടക്കുകയാണെന്ന് ചിന്തിച്ചാൽ മതി. അച്ഛനും അമ്മയും ഹോസ്പിറ്റലാണ്, ഓക്കെ ശരി, ഇപ്പം ഞാനില്ലേ നിൻ്റെ കൂടെ ഇരുന്ന് പഠിക്ക്, പറ്റാവുന്ന രീതിയിലൊക്കെ പഠിക്ക്, നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. കാരണം 9th പഠിക്കുന്ന ഒരു കൊച്ചാണ്, അപ്പോൾ അതിന് എക്സാം അറ്റൻഡ് ചെയ്യണം, എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, അപ്പോൾ അതിന് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ അലീന പറയുന്നുണ്ട്. ടീച്ചേഴ്സ് വിളിച്ചത് കാരണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ കളിയാക്കുമോ, ആകെ പ്രശ്നമാകുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് കൃഷ്ണയ്ക്കുള്ളത്. കൃഷ്ണ അത് പറയുകയും ചെയ്യുന്നുണ്ട്, ചേച്ചി എനിക്ക് പേടിയാണ് സ്കൂളിലേക്ക് പോകാൻ, സ്കൂളിൽ എല്ലാവരും കൂടെ എന്നെ കളിയാക്കത്തില്ലേ, ആ ബലാത്സംഗ കേസിലെ റേപ്പ് കേസിലെ പ്രതിയുടെ അനിയത്തിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ അതാക്കില്ല, അതൊന്നും ഉണ്ടാവില്ല മോളെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ വരാം മോളുടെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി വന്നാലും ചേച്ചിയെ അങ്ങോട്ടേക്കൊന്നും കയറ്റത്തില്ലല്ലോ, സ്കൂളിൽ പുറത്തല്ലേ നിൽക്കാൻ പറ്റുള്ളൂ ചേച്ചിക്ക്, എനിക്ക് പേടിയാണ് ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, സ്കൂൾ കോമ്പൗണ്ടിൽ എനിക്ക് നിൽക്കാമല്ലോ, മോളെ ക്ലാസ്സിൽ ഇരുത്തിയതിന് ശേഷം എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പുറത്തേക്ക് വന്നോളാം, അതുപോലെ എക്സാം കഴിയുമ്പോൾ തന്നെ മോള് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണ വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പേടിയ ചേച്ചി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ബബിത വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എക്സാം എഴുതുന്ന എന്തിനാണ്, ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് പോയി എക്സാം എഴുതാനൊക്കെ പോണത്, ഈ വർഷം എഴുതിയില്ലെങ്കിൽ അടുത്ത വർഷം എഴുതാം എന്നൊക്കെ പറഞ്ഞ് ബബിത ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് അത് പറ്റില്ല, ഒരു വർഷം കളയാൻ പറ്റത്തില്ല, ഇപ്പോൾ മോൾ 9th അടുത്ത വർഷം 10th വെറുതെ എന്തിനാണ് ഒരു വർഷം കളയുന്നത് എന്നൊക്കെ പറഞ്ഞ് അലീന അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും മോൾ പഠിക്കുക, നമുക്ക് വേണ്ടത് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, കൃഷ്ണമോൾക്ക് എക്സാമാണ് അച്ഛാ, ടീച്ചേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ സ്കൂളിൽ കൊണ്ടുപോയി എക്സാം എഴുതിക്കണം, അവൾ തന്നെ പോവില്ല എന്നാണ് പറയുന്നത്, ഞാൻ കൂടെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനു മോടാൻ, നീ തന്നെയല്ലേ ഉള്ളൂ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അതൊന്നും സാരമില്ല അച്ഛാ, എൻ്റെ അനിയത്തിയല്ലേ, എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടല്ലേ, അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അവൾ എക്സാം എഴുതുന്നില്ല, സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, എക്സാം എഴുതണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടുണ്ട്, അതിന് ഈ പഠിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷേ പഠിക്കുമ്പോഴും ഏത് നേരം ഓരോ ആലോചനയും വിഷമവും സങ്കടമൊക്കെയാണ് ആൾക്ക് എന്ന് പറയണം. മോള് വേണ്ട ധൈര്യം കൊടുത്തിട്ട് അവളെ കൊണ്ട് പഠിപ്പിക്കണം, അവളുടെ ലൈഫെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല വെച്ചാൽ, ആരുടെയും ലൈഫിനൊരു കുഴപ്പവും വരില്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജീവിക്കും എന്നൊക്കെ അലീന സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് നല്ല രീതിയിൽ ജീവിക്കാനാണ്, എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ നിരാശപ്പെടല്ലേ, എല്ലാം ശരിയാകും, അച്ഛൻ ഇങ്ങനെ കിടന്ന് ഓരോന്ന് ഓർത്ത് വിഷമിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറയണം. നീ വൈജയെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കാണണമെന്നുണ്ട്, പക്ഷേ എന്നെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയാണ് അലീന. എന്നാലും ഞാനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന പിന്നീട് വൈജയന്തിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വൈജയന്തിനെ കാണുമ്പോൾ തന്നെ അലീന ആ റൂമിലോട്ട് കയറുമ്പോൾ തന്നെ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമാണ് മുഖത്തിട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മക്കളെ ഓർക്കാതെ, ആരെയും ഓർക്കാതെ സ്വന്തം വാശിയൊക്കെ ജയിക്കട്ടെ എന്ന് വിചാരിച്ച് നടന്നിട്ട് ഇപ്പോൾ അവസാനം എന്തായി, മക്കളുടെ ലൈഫും കൂടെ ഇല്ലാതായില്ലേ എന്നൊക്കെ പറയുമ്പോൾ അലീനയോട് വളരെ ദേഷ്യത്തിൽ വൈജയ് പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയടി, നീ വന്നതിൽ പിന്നെയാണ് എൻ്റെ വീട്ടിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്, അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയെ വീണ്ടും കുറ്റപ്പെടുത്തുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ പഴി പറയുന്നത്, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ അവർ ആ പെൺകുട്ടിയെ പോയി റേപ്പ് ചെയ്തത്, ഞാൻ പറഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിച്ച് അലീന ദേഷ്യപ്പെടുന്നുണ്ട്. നീ വന്നതിൽ പിന്നെയാണ്, നിന്നെ കണ്ടതിൽ പിന്നെയാണ് അവർക്ക് അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ വന്നത്, നീ വീട്ടിൽ നിന്ന് പോയതാണെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലായിരുന്നു പ്രശ്നം, ആ വീട്ടിൽ ഇതല്ല, ഇതിലപ്പുറം ഇനിയും നടക്കാൻ പോവുകയാണ്, എന്തൊക്കെ കിട്ടിയാലും നിങ്ങൾ പഠിക്കത്തില്ല, നിങ്ങൾ നന്നാവത്തില്ല എന്നിങ്ങനെ അലീന ഇങ്ങനെ പറയുമ്പോൾ വൈജിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അലീന പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ അവരുടെ പേരിൽ ഇപ്പോഴും കേസ് കൊടുക്കാം, ഞാൻ ആ കേസ് കൊടുക്കാത്തത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് മാത്രമല്ല, ആ വീട്ടിൽ വേറെ 2 പെൺകുട്ടികളുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഓർത്തുകൊണ്ടാണ് ഞാൻ
കേസ് കൊടുക്കാത്തത്. ഞാൻ കൂടി കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രോഹിത്തൊന്നും ഈ ജന്മം പുറത്തേക്ക് ഇറങ്ങത്തില്ല, പുറം ലോകം കാണത്തില്ല. എങ്ങനെയെങ്കിലും അവനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ്. പക്ഷേ ഈ കേസും കൂടി കൊടുത്ത് ഞാനും കൂടി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ജന്മത്ത് അവൻ പുറം ലോകം കാണില്ല എന്ന് പറയുമ്പോൾ വൈജു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോട് ഒന്ന് സംസാരിക്കണമെന്ന് ശിവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ട്. അതായത് അലീന രക്ഷപ്പെട്ടപ്പോൾ, അലീന പോലീസ് കസ്റ്റഡിയിലായപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ രാത്രിയിൽ തന്നെ വീട്ടിൽ തിരിച്ചെത്തിയല്ലോ. അത് രേവതിക്കുട്ടിയുടെ ഇടപെടൽ മൂലമാണ് നടന്നത്. അപ്പോൾ ആ വഴിയൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജീവനും ശിവനും വൈജയോട്. പക്ഷെ അതൊന്നും അലീനയോട് സംസാരിക്കുന്നൊന്നുമില്ല കേട്ടോ. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നൊന്നുമില്ല. എന്നിട്ട് പറയുന്നുണ്ട്, അലീന പറയുന്നുണ്ട് ആ സമയത്ത്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നെക്കൊണ്ട് എത്രയൊക്കെ പറ്റത്തുള്ളൂ, ഞാൻ വേണം എല്ലാത്തിനും കിടന്ന് ഓടാൻ, ഹോസ്പിറ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഞാൻ വേണം. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഈ ഞാനുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ 2 പെൺകുട്ടികൾ സുരക്ഷിതമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് അലീന ഇങ്ങനെ പറയുമ്പോൾ വൈജു ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, നാളെ സ്കൂളിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് കൃഷ്ണമോൾക്ക്, പക്ഷേ അവൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ വൈജു അതെന്ത് എക്സാം എഴുതാൻ പോവാത്തത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അവൾ പറയുന്നത് അവൾക്ക് പോകാൻ പേടിയാണ്, കുട്ടികൾ കളിയാക്കും, മോശക്കാരിയാക്കും എന്നൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് എക്സാം എഴുതുന്നില്ല എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും, എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാനും പറയുന്നത്, അതുകൊണ്ട് അവളെ സ്കൂളിൽ എക്സാം എഴുതിക്കാൻ കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം, ഞാനും കൂടെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ പോകത്തില്ല എന്നൊക്കെ പറയുമ്പോൾ വൈജ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നീ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്, അവൾ തന്നെ പൊക്കോളും, അവളുടെ കാര്യങ്ങളൊക്കെ അവൾ നോക്കിക്കോളും എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോൾ ഞാനാണ് തീരുമാനിക്കുന്നത്, നിങ്ങളല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് ഇപ്പോൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് ആരെയും ദ്രോഹിക്കാനോ ഒന്നുമല്ല, എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്തും വൈജ ഇവളോട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ തന്നെയാണല്ലോ നിൽക്കുന്നത്. ആ സമയത്ത് അലീന ഇങ്ങനെ ഇപ്പോൾ മുറിവൊക്കെ ഉണങ്ങിയോ, വേദനയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ നീ ആരാടി, എൻ്റെ കൺമുന്നിൽ നിൽക്കാതെ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അലീനയെ പിന്നീട് അവിടെ നിർത്താതെ പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ കൃഷ്ണ കുളിച്ച് റെഡിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എക്സാമിന് പോകാൻ ഭയങ്കര ടെൻഷനാണ്. അലീന പറയുന്നുണ്ട്, മോള് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എക്സാമിന് പോകണം എന്ന് പറയുമ്പോൾ ചേച്ചി എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് ചേച്ചി ഇങ്ങോട്ടേക്ക് പോരും, അത് അവിടെ തന്നെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കാം, ഇന്ന് അവിടെ തന്നെ ഞാൻ നിൽക്കാം എന്ന് പറയണം. അപ്പോൾ ബബിത തന്നെയാവുമല്ലോ വീട്ടിൽ. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ബബിതേച്ചി തന്നെയാവില്ലേ വീട്ടിൽ എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, ഞാൻ വീട്ടിലിരുന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അപ്പോൾ ബബിതയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ അങ്ങനെ അമലിനെ വിളിച്ച് വരുത്താം, അല്ലെങ്കിൽ ഫോൺ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ഉദ്ദേശമാണ്, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകാം എന്നുള്ള ചിന്തയാണ് ബബിതയ്ക്കുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ബബിത ഞാൻ ഇവിടെ ഇരുന്നോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വാതിലൊക്കെ അടച്ചിട്ട് വേണം ഇരിക്കാൻ, ആര് വന്നാലും വാതിൽ തുറക്കരുത്, പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്കറിയാമെന്ന് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ബബിത പറയണം. പക്ഷേ കൃഷ്ണയ്ക്ക് അതിൽ അത്ര വിശ്വാസം പോരാട്ടോ. അങ്ങനെ എന്താണെങ്കിലും കൃഷ്ണയും കൂട്ടിയിട്ട് അലീന സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. അങ്ങനെ ബസ് കയറിയിട്ടൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചാലോ എന്നൊക്കെയുള്ള ഒരു പേടിയൊക്കെ കാരണം ഓട്ടോയിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് കൃഷ്ണയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് കുട്ടികളൊക്കെ നല്ല അച്ചടക്കത്തിൽ ക്ലാസ് റൂമിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പിള്ളേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയെ പരിചയമുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കൃഷ്ണയെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോട് കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് പേടിയാവുന്നു, അവരൊക്കെ എന്നെയാണ് നോക്കുന്നത് എന്നൊക്കെ പറയാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, മോള് വാ എന്ന് പറഞ്ഞിട്ട് അലീന കൃഷ്ണയും കൂട്ടിയിട്ട് അങ്ങോട്ട് സ്കൂളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ ടീച്ചേഴ്സിനെ കാണുകയും എക്സാം എഴുതാനുള്ള ഹോളൊക്കെ പോയിരിക്കാനൊക്കെ കൃഷ്ണയോട് പറയുന്നുണ്ട്. അപ്പോൾ ആ റൂമിലേക്ക് വരെ കൃഷ്ണയെ അലീന കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ റൂമിൽ ഇരുത്തിയതിന് ശേഷം അപ്പോഴൊക്കെ കുട്ടികൾ കൃഷ്ണയെ നോക്കുന്നത് ഒരു ഭീകരജീവിനെ നോക്കുന്നത് പോലെയാണ് കൃഷ്ണയും അലീനയൊക്കെ നോക്കുന്നത്. കാരണം കുട്ടികൾക്കറിയാം കൃഷ്ണ ആ നെടുമ്പുരയ്ക്കൽ ജ്വല്ലറി ഓണറായിട്ടുള്ള ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ളത്. അപ്പോൾ ആ ബാലചന്ദ്രൻ്റെ മകനാണല്ലോ രോഹിത്, അപ്പോൾ അവൻ്റെ കസിനാണ് ഹരി. അപ്പോൾ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ചില ടീച്ചേഴ്സൊക്കെ ഭയങ്കര രൂക്ഷമായിട്ടും ഇഷ്ടക്കേടോട് കൂടിയിട്ടാണ് നോക്കുന്നത്. ചില ടീച്ചേഴ്സ്, കൃഷ്ണയെ അറിയാവുന്ന ടീച്ചേഴ്സ് കൃഷ്ണയോടുള്ള സ്നേഹം കൊണ്ട്, കൃഷ്ണ ഒരു നല്ല കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൃഷ്ണയോട് അനുകമ്പയോട് കൂടിയിട്ടാണ് അവളോട് പെരുമാറുകയും ചെയ്യുന്നത്. അങ്ങനെ കൃഷ്ണയെ റൂമിൽ കൊണ്ടുപോയിരുത്തിയതിന് ശേഷം
ശേഷം അലീന പറയുകയും ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സിനോട്, അവളെ ഒന്ന് ശ്രദ്ധിക്കണം ടീച്ചറെ, കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെയുള്ള പേടിയിലാണ് അവൾ ഇങ്ങോട്ടേക്ക് വരാൻ മടി കാണിക്കുകയായിരുന്നു. ഞാൻ നിർബന്ധിച്ചിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണേന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൃഷ്ണ ഹോളിൽ ഇരിക്കുകയാണ് എക്സാം എഴുതാനായിട്ട്. അപ്പോൾ ഹോളിൽ ഇരിക്കുന്ന സമയത്ത് കൃഷ്ണ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ അടക്കം പറയുന്നുണ്ട് കേട്ടോ, കളിയാക്കുന്നതും ചിരിക്കുന്നതൊക്കെ കൃഷ്ണ കേൾക്കുന്നുണ്ട്. അടക്കം പറഞ്ഞ് ചിരിക്കുന്നതൊക്കെ കുട്ടികൾ ഇങ്ങനെ അടക്കം ഇങ്ങനെ സ്മെല്ലെ പറയില്ലേ, അങ്ങനെ പറയുകയും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൃഷ്ണ കേൾക്കുമ്പോൾ കൃഷ്ണയ്ക്ക് സങ്കടം വരിക കേട്ടോ. കൃഷ്ണ അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞു പോവുകയാണ്, ആ എക്സാം ഹാളിൽ ഇരുന്നിട്ട് കരഞ്ഞു പോവുകയാണ് കൃഷ്ണ. പക്ഷേ വേറെ വഴിയില്ലല്ലോ, എക്സാം എഴുതാനില്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ പഠിച്ചതൊക്കെ മറന്നു പോകുന്നൊരു ഇതാണ്. അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടുമ്പോൾ കൃഷ്ണയ്ക്ക് ഒന്നും ശരിക്കും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനേ തോന്നുന്നില്ല. കാരണം അപ്പോഴും കുട്ടികൾ ഇങ്ങനെ മുറുമുറുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെയോ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് എക്സാം കഴിഞ്ഞപ്പോൾ അലീന ആ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ ആരെയും ഇരുത്തത്തില്ലല്ലോ, അലീന പുറത്താണ് നിൽക്കുന്നത്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം എക്സാം ഹാളിൽ നിന്ന് ടീച്ചേഴ്സ് ഓരോരുത്തരുടെ പേപ്പറൊക്കെ വാങ്ങിച്ചതിന് ശേഷം എല്ലാവരെയും പുറത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് വിടുന്ന സമയത്ത് കുട്ടികളെല്ലാവരും കൂടെ വന്നിട്ട് ക്ലാസ് റൂമിന് പുറത്ത് ആ വരാന്തയിൽ വന്നിട്ട് കൃഷ്ണയ്ക്ക് ചുറ്റും കൂടിയിട്ട് നിന്ന് കളിയാക്കാണ്. എടി നിൻ്റെ ചേട്ടനെ അല്ലടി പീഡന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കാണ്. അതേ, ഇവളുടെ ചേട്ടനെ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. നെടുമ്പുരക്കൽ ബാലചന്ദ്രൻ്റെ മകൻ രോഹിത് ബാലചന്ദ്രൻ എന്ന് വായിച്ചതാണല്ലോ, ഇവളും നെടുമ്പുരക്കൽ ബാലചന്ദ്രൻ്റെ മകളല്ലേ, അപ്പോൾ ആ അഡ്രസ്സ് തന്നെയല്ലേ ഇവളുടെ, അപ്പോൾ ഇവളുടെ ചേട്ടൻ തന്നെയാണ്. ഇവളുടെ ചേട്ടൻ മാത്രമല്ല, ഇവളുടെ അമ്മയുടെ ആങ്ങളുടെ മകൻ കൂടിയുണ്ട്. ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തത്. അങ്ങനെ എല്ലാവരും റേപ്പുകാരൻ്റെ പീഡനവീരൻ്റെ അനിയത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണയാണെങ്കിൽ ആകെ ഞെട്ടി ആകെ ഭയങ്കര വിഷമിച്ച് പോകണം. അവിടെ നിന്ന് പൊട്ടിക്കരയാട്ടോ കൃഷ്ണ. എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് എല്ലാ കുട്ടികളും കൂടിയിട്ട് കൃഷ്ണയെ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇത് പീഡന കേസിലെ പ്രതിയായ രോഹിത്തിൻ്റെ അനിയത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കൃഷ്ണയോട് ഉണ്ടായിരുന്ന 1-2 ഫ്രണ്ട്സ് ഉണ്ട്, അവർ മാത്രമാണ് കൃഷ്ണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ കളിയാക്കുമ്പോൾ കൃഷ്ണ അവിടെ കിടന്ന് പൊട്ടി കരഞ്ഞു പോവുകയാണ്. ആ സമയത്ത് കുട്ടികൾ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ 2 ടീച്ചേഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ കുട്ടികളെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്നിട്ട് കൃഷ്ണയോട് പോവാനായിട്ട് പറയണം. അങ്ങനെ ആ കൂട്ടുകാരികളുടെ കൂടെ കൃഷ്ണ പെട്ടെന്ന് തന്നെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അലീന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടി കരയാണ് കൃഷ്ണ. എന്ത് പറ്റി മോളെ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, എന്താ പറ്റിയത് എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുമ്പോൾ കൂട്ടുകാരികളാണ് പറയുന്നത് കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ കളിയാക്കി എന്നുള്ള കാര്യം. അപ്പോൾ അലീന പറയുന്നുണ്ട് സാരമില്ല പോട്ടെ, അത് ഇന്നൊരു ദിവസമേ ഉണ്ടാവുള്ളൂ, ഇനി നാളെ മോളെ എക്സാം എഴുതാൻ വരണം, അതുകൊണ്ട് ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഞാൻ വരില്ല, ഞാൻ എക്സാം എഴുതത്തില്ല, എനിക്ക് എക്സാം എഴുതണ്ട, എനിക്ക് സ്കൂളിലേക്ക് വരണ്ട, എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറയണം. അതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കാം, ഇപ്പോൾ ഏതായാലും നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചേഴ്സും വരുന്നുണ്ട് ആ സമയത്ത് കൃഷ്ണേൻ്റെ അടുത്തേക്ക്. അപ്പോൾ കൃഷ്ണയോട് പറയുന്നുണ്ട് സാരമില്ല മോളെ, ഇതൊന്നും കാര്യമാക്കണ്ട, ഇതൊക്കെ വിട്ടേക്ക്, അടുത്ത എക്സാമിനുള്ളത് മോള് പഠിക്കണം എന്നൊക്കെ പറയും. ഇല്ല ടീച്ചർ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ അങ്ങനെ കരയണം. ആ സമയത്ത് അലീന പറയുന്നുണ്ട് സാരമില്ല ടീച്ചറെ, ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അലീന കൃഷ്ണയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കും കൃഷ്ണ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് സാരമില്ല, അത് ഇന്നത്തെ ഒരു ദിവസമല്ലേ, നാളെ നീ എക്സാമിന് എഴുതാൻ ചെന്നിട്ടില്ലെങ്കിൽ അവർ പിന്നീട് കാണുമ്പോൾ വീണ്ടും വന്ന് നിന്നെ പറഞ്ഞ് കളിയാക്കും, ഇനി നാളെ നീ ചെല്ലുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, ഞാനും വരെ നിൻ്റെ കൂടെ, ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ചേച്ചി എനിക്ക് പറ്റില്ല എന്ന് തന്നെ കൃഷ്ണ പറയാണ്. പക്ഷേ അലീന വീണ്ടും കൃഷ്ണയെ സ്കൂളിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെ എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി. അപ്പോൾ കൃഷ്ണയ്ക്ക് സ്കൂളിൽ വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അതിനൊക്കെ തരണം ചെയ്ത് കൃഷ്ണ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാൻ നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ട് വരുന്നതായിരിക്കും.